നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 5. മക്കളെ, പഞ്ചമഃ പാഠഃ ഹിമാചലം. എന്താണ്? പഞ്ചമഃ പാഠഃ ഹിമാചലം. ഹിമാചലം മുതൽ എന്ന് പറയാം, ഹിമാലയം വരെ എന്നും പറയാം, അല്ലെങ്കിൽ ലോകം, നമ്മുടെ ഇന്ത്യ, ഭാരതം മുഴുവൻ ഹിമാചലം വരെ. അവിടെ നോക്കാം, ഇതെന്താണ്? അത്ര आपणकः छायां निर्माणं करोति, छायां निर्माति. एतयोः जीविताभिलाषः कः? मोहनः विजया च छायापणे कार्यानन्तरं स्वाभिलाषपूर्तीकरणाय आविश्वं यात्रां कृत्वा सफलं ജീവനം യാപയതഃ. ഏതോ കൗ, ഇവർ രണ്ടുപേരും ആരാണ് എന്ന്. ഏതോ കൗ, ഇവർ രണ്ടുപേരാരാണ്? ഏതയോഹോ ജീവിതാഭിലാഷഃ കഹ, ഇവരുടെ ജീവിതാഭിലാഷം എന്താണ്? ജീവിതാഭിലാഷം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. പല തരത്തിൽ ജോലി എടുക്കണമെന്നോ നല്ല ജീവിതം വേണമെന്നോ പല ആഗ്രഹങ്ങളുണ്ടാവും. അതാണ് ജീവിതാഭിലാഷം. അപ്പോൾ ഏതോ കൗ, ഇവർ രണ്ടുപേർ ആരാണ്? ഛായാപണേ കർമ്മ കരോതി അല്ലേ? ഏതയോഹോ ജീവന അഭിലാഷഃ കഹ, ഇവരുടെ ജീവിതത്തിൻ്റെ അഭിലാഷം എന്താണ്? മോഹനഃ വിജയാച്ച ഛായാപണേ കാര്യാനന്തരം, മോഹനനും വിജയയും ഛായാപണത്തിൽ, ചായക്കടയിൽ കാര്യാനന്തരം കാര്യം ചെയ്തതിന് ശേഷം സ്വാഭിലാഷ പൂർത്തീകരണമായ, സ്വന്തം അഭിലാഷത്തെ പൂർത്തീകരിക്കുവാൻ വേണ്ടി വിശ്വം മുഴുവൻ യാത്രാം കൃത്വ, യാത്ര ചെയ്തിട്ട് സഫലം ജീവനം യാപയതഃ, അവർ ലോകം മുഴുവനും യാത്ര ചെയ്ത് അങ്ങനെ സഫലമായ ജീവിതം നയിക്കുന്നു. സഞ്ചാരാഹ ജീവനവീക്ഷണം പര്യവർത്തയതി, നമ്മുടെ സഞ്ചാരാഹ ജീവനവീക്ഷണം പര്യാവർത്തയതി. മഹാത്മാനഃ യാത്രാഭിഃ സ്വാനുഭവൈഃ ച ജീവനസ്യ സഫലതാം പ്രാപു. ഏവം യാത്രയാ സ്വവീക്ഷണേ പരിവർത്തനം പ്രാപ്തവാൻ ഏകഃ മഹാനുഭാവഃ ഭാരതേ ആസീത്. തസ്യ ഏകം യാത്രാനുഭവം അത്ര പശ്യാമഃ. സഞ്ചാരഃ ജീവനവീക്ഷണം പരിവർത്തയതി. ഓരോരോ സഞ്ചാരങ്ങൾ, യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും അറിവുകളും തരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ വീക്ഷണത്തെ തന്നെ അത് പരിവർത്തനം ചെയ്യുന്നു, മാറ്റുന്നു. ഇങ്ങനെയൊന്നും പോരാ, മറ്റേ പലതരത്തിലും നല്ല കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നു. മഹാത്മാനഃ യാത്രാഭിഃ സ്വ അനുഭവൈഃ ച, മഹാത്മാക്കൾ, മഹാത്മാനോ മഹാത്മാനഃ, മഹാത്മാക്കൾ യാത്രാഭിഃ യാത്രകളെ കൊണ്ട്, സ്വാനുഭവൈഃ അതുപോലെ യാത്രകളെ കൊണ്ട് നേടുന്ന സ്വാനുഭവങ്ങളാൽ ജീവനസ്യ സഫലതാം പ്രാപു, ജീവിതത്തിൻ്റെ സഫലതയെ അവർ പ്രാപിക്കുന്നു. ഏവം ഇപ്രകാരം യാത്രയാ സ്വവീക്ഷണേ പരിവർത്തനം പ്രാപ്തവാൻ, അങ്ങനെ യാത്രയിലൂടെ സ്വന്തം വീക്ഷണത്തിൽ പരിവർത്തനം നേടിയ ഒരു മഹാനുഭാവൻ ഭാരതേ ആസീത്, ഒരു മഹാനുഭാവൻ ഭാരതത്തിലുണ്ടായിരുന്നു. തസ്യ ഏകം യാത്രാനുഭവം അത്ര പശ്യാമഃ, അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാനുഭവം നമുക്കിവിടെ കാണാം. കശ്ചന ബാലഃ ബാല്യകാലേ പിത്രാ സഹ യാത്രാം കരോതി സ്മ. ഏകദാ കൊൽക്കത്താതഃ ഭോൽപുരം, തതഃ അമൃതസരം, തതഃ ഹിമാചലം ച അഗച്ഛത്.
ഹിമാലയെ ഹിമപൂർണാനി മഹാശൃംഗാണി ഗജസദൃശാः ശിലാः പർവ്വതസമൂഹः അംബരചുംബിനः മഹാവൃക്ഷാः ലതാः വനപുഷ്പാണി ചിത്രശലഭാः च ദൃശ്യन्ते स्म. അഹോ സുഗന്ധപൂരിതः മന്ദപവനः സ്വപ്നസമാനോയം പ്രദേശः താനി ദൃശ്യാനി ബാലസ്യ രവീന്ദ്രസ്യ മനഃ ആകർഷതി സ്മ. സഹ പ്രതിദിനം പ്രഭാതേ ഉത്ഥായ പിത്രാ സാകം പ്രഭാതസഞ്ചാരായ ഗച്ഛതി സ്മ. യദ്യപി അതിശൈത്യം ആസീത് തഥാപി നദീ ജലേ സ്നാനായ പിതാ തം പ്രേരയതി സ്മ. കശ്ചന ബാലഃ ഒരു കുട്ടി ബാല്യകാലത്ത് പിത്രാസഹ അച്ഛനോട് കൂടെ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം അവ്യയങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ സഹ എന്നത് ഒരു അവ്യയാണ് മക്കളെ. സ എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഹകാരം എഴുതിയാൽ ഹ എന്ന അക്ഷരം എഴുതി കഴിഞ്ഞാൽ സഹ എന്നാണ് പറയുക. സഹ എന്നാൽ അർത്ഥം കൂടെ എന്നാണ്. സഹ എന്നതൊരു അവ്യയമാണ്. ഈ സഹ എന്ന അവ്യയത്തിൻ്റെ യോഗത്തിൽ പദത്തിൻ്റെ വിഭക്തി തൃതീയ ആയിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിത്രാസഹ, മാത്രസഹ, അനുജനസഹ. ഈ പിത്ര മാത്ര എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കിൻ്റെ അന്തത്തിൽ സാമ്യമുണ്ട്. രണ്ടും ഋകാരാന്താണ്. അതുകൊണ്ടാണ് അവിടെ പിത്രാസഹ മാത്രസഹ എന്ന് പറഞ്ഞത്. പിന്നെ അനുജഹ എന്ന് പറഞ്ഞാൽ അത് ആകാരാന്താണ്. അപ്പോൾ അനുജേന സഹ, രാമേണ സഹ. പിന്നെ സീത എന്ന് പറയുകയാണെങ്കിൽ അത് ആകാരാന്താണ്. അപ്പോൾ സീതയാ സഹ, രാധയാ സഹ എന്നൊക്കെ പറയും. എങ്ങനെ ആയാലും വേണ്ടില്ല, സഹ എന്ന അവ്യയത്തിൻ്റെ യോഗത്തിൽ വിഭക്തി തൃതീയായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. പിത്രാസഹ യാത്രാം കരോതി സ്മ. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, കരോതി എന്ന ക്രിയ ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതിനോട് സ്മ ചേർത്താൽ അതിന് ഭൂതകാല അർത്ഥം കിട്ടും. ഇതിങ്ങനെ ഈ ഒരു സംഭവം നമ്മൾ ഏതോ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സ്മ എന്നതിൻ്റെ യോഗത്തിൽ ഭൂതകാല അർത്ഥം വരും. പക്ഷെ അത് ലങ് എന്ന് പറയാൻ പറ്റില്ല, ഭൂതകാല അർത്ഥം കിട്ടുന്നേ ഉള്ളൂ. എന്തെങ്കിലും വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ നമുക്ക് അത് ഭൂതകാലത്തിൽ എഴുതണമെങ്കിൽ ആ ക്രിയയുടെ വർത്തമാനകാലം എടുത്തിട്ട്, അതായത് പഠതി നിർത്തിട്ട് പഠതി സ്മ പഠിച്ചോ, ലിഖതി സ്മ എഴുതി, ക്രീഡതി സ്മ കളിച്ചോ എന്നൊക്കെ ഭൂതകാല അർത്ഥം കിട്ടും. മറ്റേതിന് മുകളിൽ ലങ്ങിൻ്റെ രൂപം പഠിക്കണം. പഠതി ലട്ട്, അതിൻ്റെ ലങ് അപഠത്, അങ്ങനെയൊക്കെ പഠിക്കണം. ഇത് സ്മ ചേർത്താൽ ഭൂതകാലാർത്ഥം. അതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മക്കളെ. ഏകത കൊൽക്കത്താതഹ കൽക്കത്തയിൽ നിന്ന് ഭോൽപുരം തതഹ അമൃതസരം, ഭോൽപുരം അമൃതസരം തതഹ ഹിമാലയം ച അഗച്ഛത്. പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം പോയി കൽക്കത്തയിൽ നിന്ന്. ഹിമാലയെ ഹിമപൂർണാനി മഹാശൃംഗാണി, ഹിമാലയത്തിൽ മഞ്ഞ നിറഞ്ഞ മഹാശൃംഗങ്ങൾ. ഗജസദൃശാഹ ശിലാഹ, ഗജസദൃശമായ ആനയുടെ അത്ര വലുപ്പമുള്ള പാറകൾ. പർവ്വത സമൂഹ, പർവ്വതത്തിൻ്റെ കൂട്ടങ്ങൾ. അംബരചുംബിനഹ മഹാവൃക്ഷാഹ, അംബരചുംബിനഹ എന്ന് പറഞ്ഞാൽ വളരെയധികം ഉയരമുള്ള. അംബരം ആകാശം, അംബരത്തെ ചുംബിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് ആകാശത്തെ ഉമ്മ വയ്ക്കുന്ന എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ പറയുന്നത് വളരെയധികം ഉയരത്തിലുള്ള. അംബരചുംബിനഹ മഹാവൃക്ഷാഹ, മഹാവൃക്ഷങ്ങൾ. ലതാഹ, ലതകൾ. വനപുഷ്പാണി, വനപുഷ്പങ്ങൾ. ചിത്രശലഭാഹ, ചിത്രശലഭങ്ങൾ. ച ദൃശ്യതേ സ്മ, അവർ കണ്ടു. അപ്പോൾ ദൃശ്യന്തേ സ്മ എന്നാണ്. ദൃശ്യന്തേ, അവർ ധാരാളം ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടാണ് ബഹുവചനത്തിൽ പറയുന്നത് ദൃശ്യന്തേ സ്മ. ദൃശ്യന്തേ സ്മ ചേർത്തോ ഭൂതകാലായി. ദൃശ്യന്തേ എന്നേ പറഞ്ഞുള്ളെങ്കിൽ ലട്ടാണ്. സ്മ ചേർത്തപ്പോൾ ഭൂതകാലാർത്ഥമായി. അഹോ സുഗന്ധപൂരിത, അഹോ അത്ഭുതം. സുഗന്ധപൂരിത, സുഗന്ധം നിറഞ്ഞ മന്ദപവന, മന്ദമാരുതൻ, ഇളം കാറ്റ്, ഇളം തെന്നൽ. സ്വപ്ന സമാനോയം പ്രദേശ, സ്വപ്നത്തിൻ്റെ സമാനമാണ് ഈ പ്രദേശം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നത്തിലേ കാണാൻ പറ്റുള്ളൂ. സ്വപ്നത്തിൽ കാണുമ്പോൾ അതിന് യാഥാർത്ഥ്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ പല പല കാര്യങ്ങളും ഭാവനയോട് കൂടിയിട്ട് സ്വപ്നത്തിൽ പല കാര്യങ്ങളും കാണാറുണ്ട്. താനീ ദൃശ്യാനി, ആ ദൃശ്യങ്ങൾ ബാലസ്യ രവീന്ദ്രസ്യ മനഃ ആകർഷതി സ്മ. ഈ ദൃശ്യങ്ങളൊക്കെ കുട്ടിയായ രവീന്ദ്രൻ്റെ മനസ്സിനെ, ബാലസ്യ രവീന്ദ്രസ്യ മനഃ, ബാലനായ രവീന്ദ്രൻ്റെ മനസ്സിനെ ആകർഷതി സ്മ, ആകർഷിച്ചു. സഹ പ്രതിദിനം പ്രഭാതേ ഉത്ഥായ,
അവൻ നിത്യവും പ്രതിദിനം ദിനേ ദിന ദിനം ദിനം പ്രതി പ്രതിദിനം ഇന്നലെ പറഞ്ഞതാണ്. എല്ലാ ദിവസവും പ്രഭാതേ ഉത്ഥായ, രാവിലെ ഉത്ഥായ ലബന്ധാവ്യാണ് മക്കളെ. അപ്പോൾ നമ്മൾ ലബന്ധാവ്യം കുറേ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അധികൃത്യ, പിന്നെന്താണ് അത് പിന്നെ വരും, ഇനിയിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഉത്ഥായ അതും ലബന്ധാവ്യാണ്. പിത്രാസാഗം, ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ സഹ എന്ന് പറഞ്ഞു, ആ അർത്ഥം തന്നെയാണ് സാഗം എന്ന വാക്കിനും, കൂടെ എന്നാണ് അർത്ഥം. ഇതിൻ്റെ യോഗത്തിലും ഏത് വിഭക്തി വരും? സഹാസാഗം എന്നൊക്കെ ഓരോ അവ്യയങ്ങളാണ്. അതിൻ്റെ യോഗത്തിൽ തൃതീയ വിഭക്തി വരണം. അപ്പോൾ പിത്രാസാഗം, നേരത്തെ എന്തേ പറഞ്ഞത്? പിത്രാസഹ എന്ന് പറഞ്ഞല്ലോ. അതേപോലെ പിത്രാസാഗം, അച്ഛനോട് കൂടെ. പ്രഭാത സഞ്ചാരായ, പ്രഭാതത്തിലുള്ള സഞ്ചാരം, രാവിലെയുള്ള നടത്തത്തിന് ഗച്ഛതി സ്മ, പോയി, പോകുന്നല്ല പോയി. ഗച്ഛതി വർത്തമാനകാല ക്രിയയാണ്, അതിനോട് സ്മ ചേർത്തു, അപ്പോൾ അതിന് ഭൂതകാല അർത്ഥം കിട്ടി. ഗച്ഛതി സ്മ, പോയി. സഹ പ്രതിദിനം ഉത്ഥായ, പ്രഭാതേ ഉത്ഥായ പിത്രാസാഗം പ്രഭാത സഞ്ചാരായ ഗച്ഛതി സ്മ. യദ്യപി അതിശൈത്യം ആസീത്, വളരെയധികം ശൈത്യം, ഹിമാലയ പ്രദേശമാണ്, അതിശൈത്യം ഉണ്ടായിരുന്നു എങ്കിലും, തഥാപി, യദ്യപി തഥാപി, ഇത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്രയോഗമാണ്. യദ്യപി തഥാപി ഒന്നിച്ച് പറയുമ്പോൾ എങ്കിലും. നിങ്ങൾ നേരത്തെ യഥാ തഥാ, എപ്പോൾ അപ്പോൾ എന്നൊക്കെ പഠിച്ചു. യഥാ തഥാ അത് പഠിച്ചിട്ടില്ല. ഇവിടെ യദ്യപി തഥാപി എങ്കിലും എന്നർത്ഥം. യദ്യപി ശൈത്യം ആസി തഥാപി, ശൈത്യമുണ്ട് എങ്കിലും നദീജലെ സ്നാനായ പിതാത്തം പ്രേരയതി സ്മ, നദീജലത്തിൽ കുളിക്കാൻ വേണ്ടി അച്ഛന അവനെ പ്രേരിപ്പിച്ചു. എന്നിട്ടോ കണ്ടോ, ഇതാരാണ്? രവീന്ദ്രൻ. ഇത് നമ്മുടെ ദേശീയഗാനത്തിൻ്റെ കർത്താവ് രവീന്ദ്രനാഥ ടാഗോറാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ കഥയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. യാത്രാവേളായാം പിതാ സംസ്കൃതം ആംഗലം ജ്യോതിഷം ചാത്തം അപാഠയത്. തതഃ സഹ സിദ്ധരൂപാണി കാവ്യാനി ച അവാചയത്. കാളിദാസ കാവ്യാനാം അനുപമ സൗന്ദര്യം തം ആചകർഷ. സത്യകഥനായ പിതാ ബാലകം സർവദാ പ്രേരയതി സ്മ. ഗൃഹസ്ഥജീവനം കഥമിതി സഹ അബോധയത്. സഹ മഹാനുഭാവഃ ഭവതി വിശ്വപ്രസിദ്ധഃ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. യാത്രാവേളായാം പിതാ സംസ്കൃതം ആംഗലം ജ്യോതിഷം ച തം അപാഠയത്. യാത്രാസമയത്ത് അച്ഛൻ സംസ്കൃതവും ആംഗലം ഇംഗ്ലീഷും ജ്യോതിഷത്തെക്കുറിച്ചും എല്ലാം തന്നെ അവനെ പഠിപ്പിച്ചു. തതഃ സഹ അതിനുശേഷം അവൻ സിദ്ധരൂപാണി കാവ്യാനി ച അവാചയത്, സിദ്ധരൂപങ്ങളും കാവ്യങ്ങളും പറയാൻ സാധിച്ചു. കാളിദാസ കാവ്യാനാം അനുപമ സൗന്ദര്യം, കാളിദാസൻ വളരെയധികം കൃതികൾ എഴുതിയിട്ടുണ്ട് മക്കളെ. രഘുവംശം, കുമാരസംഭവം, ഇത് രണ്ടും കാളിദാസനാൽ എഴുതപ്പെട്ട മഹാകാവ്യങ്ങളാണ്. മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം, ഇത് കാളിദാസനാൽ എഴുതപ്പെട്ട നാടകങ്ങളാണ്. പിന്നെ ഖണ്ഡകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഋതുസംഹാരം, മേഘസന്ദേശം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ഇത് ഖണ്ഡകാവ്യം എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കൃതിയൊന്നുമല്ല, അതിൽ തന്നെ ഏകദേശം 1000-ഓളം ശ്ലോകങ്ങളുണ്ടാവും. എന്നിട്ടും പറയണം ഖണ്ഡകാവ്യം എന്ന്. പിന്നെ മഹാകാവ്യങ്ങളുടെ ലക്ഷണം അനുസരിച്ച് എഴുതിയിട്ടുള്ള കൃതിക്ക് മഹാകാവ്യം എന്ന് പണ്ട് പറയുള്ളായിരുന്നു. അങ്ങനെ അദ്ദേഹം 2 മഹാകാവ്യം എഴുതി. ഒന്ന് കുമാരസംഭവം, മറ്റേത് രഘുവംശം. പിന്നെ അനേകം നാടകങ്ങൾ, അതായത് അഭിജ്ഞാന ശാകുന്തളം, എന്തൊരു വർണ്ണന ചാതുര്യം, വളരെയധികം സ്പഷ്ടമാകുന്ന ആ അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ്റെ നാടകമാണ്. പിന്നെ ഋതുസംഹാരം, അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കേൾക്കണമെന്ന് മാത്രമേ ഞാൻ കരുതണുള്ളൂ. അത് അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ പണ്ട്, നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. നിങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിലും നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക്. അതൊക്കെ നല്ല വിളങ്ങണം നിങ്ങളിൽ. അങ്ങനെ
യാത്രാവേളായാം പിത സംസ്കൃതം ആംഗലം ജ്യോതിഷം ച തം അപാഠയത് തതഃ സഹ സിദ്ധരൂപാണി കാവ്യാനി ച അവാചയത്. സിദ്ധരൂപം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ രാമഹ രാമോ രാമോഹ രാമൻ രാമോ രാമൻ അങ്ങനെയുള്ള വാക്ക് പഠിച്ചിട്ടുണ്ട്. സീതാ സീതേ സീതാഹ സീതാ സീതേ സീതാഹ പഠിച്ചിട്ടുണ്ട്. പിന്നെ പടുധാതുവിൻ്റെ ലട്ട് പഠിച്ചു, ലങ്ങ് പഠിച്ചു, റിട്ട് പഠിച്ചു. അങ്ങനെയുള്ള പദങ്ങളാണ് സിദ്ധരൂപങ്ങൾ എന്ന് പറയുന്നത്. സിദ്ധരൂപങ്ങൾ അതായത് വളരെ കൃത്യമായിട്ട് വാക്കുകൾ പ്രയോഗിക്കണമെങ്കിൽ സിദ്ധരൂപം പഠിക്കണം. പിന്നെ സിദ്ധരൂപം രൂപാണി കാവ്യാനി ച അവാചയത് എല്ലാം അദ്ദേഹത്തിന് ഹൃദിസ്ഥമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പാടി. കാളിദാസ കാവ്യാനാം അനുപമ സൗന്ദര്യം. കാളിദാസ കൃതികളുടെ അനുപമമായ സൗന്ദര്യം. അനുപമം, ഉപമിക്കാൻ പറ്റാത്തത്, അത്രയും ഭംഗിയുള്ളത്. ഒരു ചിത്രം വരച്ച അയ്യോ ഇതെന്തൊരു ചിത്രമാണ്, ജീവൻ തുളുമ്പുന്ന ചിത്രം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിനൊരു ഉപമ വേറെ വെക്കാനില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അനുപമമാണ് കാളിദാസൻ്റെ വർണ്ണന ചാതുര്യം. കാളിദാസ കാവ്യാനാം അനുപമ സൗന്ദര്യം തം ആചകർഷ. ആ രവീന്ദ്രനെ ആകർഷിച്ചു. സത്യകഥനായ, സത്യം പറയണം, അത് വളരെ നിർബന്ധമായിരുന്നു. നിങ്ങളും അതുപോലെ തന്നെ പഠിക്കണം. എന്ത് തന്നെ വന്നാലും സത്യം മാത്രം പറയാം. സത്യം വദ ധർമ്മം ചര. സത്യം പറയണം, ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്ന് വേദങ്ങളിൽ പറഞ്ഞ കാര്യമാണ് മക്കളെ. കഥനായ പിതാ ബാലകം സർവദാ പ്രേരയതി സ്മ. സത്യം പറയണമെന്ന് അച്ഛൻ എപ്പോഴും അവനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അവൻ അതിൽ വളരെയധികം ആകൃഷ്ടന്മായിരുന്നു. ഗൃഹസ്ഥ ജീവനം കഥമിതി സഹ അബോധേത്. ഒരു ഗൃഹസ്ഥൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നും അദ്ദേഹം മനസ്സിലാക്കി. സഹ മഹാനുഭാവ. ആ മഹാനുഭാവൻ ആണ് വിശ്വപ്രസിദ്ധ മഹാകവി നാഥ ടാഗോർ. വിശ്വപ്രസിദ്ധനായ, ലോകപ്രസിദ്ധനായ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി, അതിന് നോബൽ പുരസ്കാരം കിട്ടി. ആ ഗീതാഞ്ജലിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന. അപ്പോൾ ജനഗണമനയുടെ കർത്താവ് ആരാന്ന് മനസ്സിലായി. എന്തിൽ നിന്നാണ് ജനഗണമന എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലായി. ജനഗണമനയ്ക്ക് നോബൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. നോബൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നു മക്കളെ. പിന്നെ സഹമഹാനുഭാവ വിശ്വപ്രസിദ്ധ രവീന്ദ്രനാഥ ടാഗോർ. മഹാകവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ജീവന വീക്ഷണം അഭി പദച്ഛേദം. ജീവന വീക്ഷണം അഭി, മ എഴുതി തോണ്ടലിട്ടിട്ട് അഭി, മ. സ്വപ്ന സമാനോയം. സമാനോയം അവിടെ ഒരു അടയാളം കണ്ടു. പ്രശ്ലേഷം എന്നാണ് പറയുക. അവിടെ പദച്ഛേദം ചെയ്യുമ്പോൾ അകാരം വരുമെന്ന് മനസ്സിലാക്കണം. വന്നില്ലേ നോക്ക്. സ്വപ്ന സമാനോ എന്നുള്ളത് പിരിച്ചപ്പോൾ സ്വപ്ന സമാനഹ. പിന്നെ പ്രശ്ലേഷത്തിൻ്റെ സ്ഥാനത്ത് അകാരം വെച്ചു, അയം. അടുത്തത് വിഗ്രഹം. പർവ്വത സമൂഹ, പർവ്വതാനാം സമൂഹ. ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. വിശ്വപ്രസിദ്ധ, വിശ്വേ പ്രസിദ്ധ, ലോകത്തിൽ പ്രസിദ്ധൻ. മഹാകവി, മഹാൻ ച അസോ കവി ച. മഹാനുമാണ് കവിയുമാണ്, മഹത്വമുള്ള കവി. പഠന പ്രവർത്തനം. പിതൃപുത്രയോ സ്നേഹസ്യ മകുടോദാഹരണം ഭവതി അയം പാഠഭാഗ. അച്ഛനും മക്കളും തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു വളരെ ഉത്തമ ഉദാഹരണമാണ് ഈ പാഠഭാഗം. ഏതാം പ്രസ്താവന അധികൃത്യ ഭവതാം മതം കിം. ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങളുടെ മതം എന്താണ്, അഭിപ്രായം എന്താണ്? മതം ഇവിടെ അഭിപ്രായം. അപ്പോൾ ആ അച്ഛനും മകനും പ്രഭാതയാത്രാ സമയത്ത്, പ്രഭാത സവാരി സമയത്ത് അച്ഛൻ മകന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം തന്നെ അവൻ ഉൾക്കൊള്ളാണ്. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പല കാര്യങ്ങളും അച്ഛനിൽ നിന്ന് മനസ്സിലാക്കി. ഒരച്ഛനാണെങ്കിൽ കുട്ടികൾക്ക് അറിവ് എപ്പോഴും പകരാനുള്ള ആ അവസരം വെറുതെ കളയരുത്. അറിവ് പകർന്നു കൊടുക്കണം. പിതൃപുത്രയോഹോ സ്നേഹസ്യ മകുടോദാഹരണം ഭവതിയായം പാഠഭാഗ. ഏതാം പ്രസ്താവനാം അധികൃത്യ. ഈ പ്രസ്താവനയെക്കുറിച്ച് ഭവതാം മതം കിം ചർച്ച കൃത്വ ലഘുടിപ്പണി ലിഖത. ഉഭയോഹോ സ്നേഹ. രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം. ശിശോഹോ ഭാവന. ആ കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ ഭാവനാ വൈഭവം. സ്വാതന്ത്ര്യം,
അത് അതിന് ആ കുട്ടിക്ക് കൊടുത്ത സ്വാതന്ത്ര്യം, പിന്നെ സത്യനിഷ്ഠനാകണം എന്ന് പറഞ്ഞു, പിന്നെ ദീർഘദർശനം, വിശാലമായ വീക്ഷണം എല്ലാം ഉള്ളവൻ. അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിയുണ്ടാക്കണം. യാത്രാവേളായാം ടാഗോർ മഹാശയ പിതരം പ്രതി വിവിധാൻ പ്രശ്നാൻ പൃച്ഛതി. യാത്രാവേളയിൽ ടാഗോർ മഹാശയൻ അച്ഛനോട് വിവിധാൻ പ്രശ്നാൻ പൃച്ഛതി, പലതരം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത് ചിന്തയതു എന്ന് ചിന്തിക്കൂ. താൻ പ്രശ്നാൻ സംഭാവ്യ ലിഖതു, ആ ചോദ്യങ്ങളെ ഒന്ന് സംഭാവ്യ ഭാവന പുരസ്സരം ചോദ്യങ്ങൾ ഉണ്ടാക്കി എഴുതുക. ഇവിടെ ചോദ്യസൂചകമായ പദങ്ങൾ 7 പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. കിം എന്ത്, തവ നാമ കിം, ഹസ്തേ കിം അസ്തി, പുസ്തകേ കിം ലിഖിതം, സ്യൂതേ കിം അസ്തി, കക്ഷ്യായാം ശ്യാമഫലകം അസ്തി കിം. അങ്ങനെ പലതും ചോദിക്കണം മക്കളെ. കുത്ര എവിടെ, മമ ലേഖനി കുത്ര, മമ തൂലിക കുത്ര, തവ ഗൃഹം കുത്ര, അധ്യാപകസ്യ സ്യൂതം കുത്ര, അസ്മാകം വിദ്യാലയ കുത്ര, കുത്ര എവിടെ. അപ്പോൾ കിം എന്ത്, കുത്ര എവിടെ എഴുതിയിരിക്കണേ. കതി ഹസ്തേ കതി അങ്കുല്യ സന്ധി, കയ്യിൽ എത്ര വിരലുകളുണ്ട്. ഏകസ്മിൻ ഹസ്തേ 5 അങ്കുല്യ, ഇതരേ ഹസ്തേ 5 അങ്കുല്യ, ആഹത്യ 10 അങ്കുല്യ. പിന്നെ കതി എത്ര, കഥാ സൂര്യ കഥാ ഉദയതേ, സൂര്യ കഥാ അസ്തമയതേ എപ്പോൾ. പിന്നെ കുതഹ എന്തിനു വേണ്ടി അല്ലെങ്കിൽ എവിടെ നിന്ന്, വയം വിദ്യാഭ്യാസം അല്ല, ബാലഹ കുതഹ ആഗച്ഛതി, ബാലഹ ഗൃഹാത് ആഗച്ഛതി, കുതഹ ബാലഹ വിദ്യാം ആർജയതി, വിദ്യാലയതഃ വിദ്യാം ആർജയതി. കുതഹ എവിടെ നിന്ന് എന്നർത്ഥം. കഥം എങ്ങനെ, എപ്രകാരം. കി എന്ന് കഥം എങ്ങനെ, എപ്രകാരം. ഹസ്തേ ഹസ്ത കഥം എപ്രകാരം. ഉദ്യാനം കഥം ശോഭതേ, ഉദ്യാനം അതീവ സുന്ദരം ശോഭതേ. അങ്ങനെ കഥം എപ്രകാരം, കീദൃശം എന്നും പറയൂട്ടോ. പിന്നെ കിമർത്ഥം എന്തിനു വേണ്ടി. ബാലഹ കിമർത്ഥം വിദ്യാലയം ഗച്ഛതി, ബാലഹ പഠനാർത്ഥം വിദ്യാലയം ഗച്ഛതി. വനിത കിമർത്ഥം ദേവാലയം ഗച്ഛതി, വനിത പ്രാർത്ഥനാർത്ഥം ദേവാലയം ഗച്ഛതി. കിമർത്ഥം എന്തിനു വേണ്ടി. അപ്പം ഇതൊന്ന് എഴുതിയെടുത്തോളൂ. കിം എന്ത്, കുത്ര എവിടെ, കതി എത്ര, കഥാ എപ്പോൾ, കുതഹ എവിടെ നിന്ന്, കഥം എപ്രകാരം, കിമർത്ഥം എന്തിനു വേണ്ടി. ഇനി പ്രകൃതി കഥം ഏവം സുന്ദരീ ജാത, ഒരു ചോദ്യം ഉണ്ടാക്കി. പ്രകൃതി കഥം സുന്ദരീ ജാത, പ്രകൃതി എങ്ങനെ സുന്ദരിയായി. പ്രകൃതി രമണീയമാണ്, ആരും വരച്ചോന്നല്ല. ആര് സൃഷ്ടിച്ചു, ഈശ്വരൻ സൃഷ്ടിച്ചു അല്ലേ. നമുക്കിതൊക്കെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും ഒന്നും നമുക്ക് കഴിയില്ല. ഈശ്വരനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടിയും സംഹാരവും എല്ലാം നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. സൃഷ്ടി മാത്രമല്ല, ഇവിടെ പാലിക്കുന്നതും ഈശ്വരനാണ്, അതിനെ നശിപ്പിക്കുന്നതും ഈശ്വരനാണ്. അപ്പോൾ പ്രകൃതി കഥം ഏവം സുന്ദരീജാത, എപ്രകാരമാണ് ഇങ്ങനെ സുന്ദരിയായത്. പ്രകൃതി ജനാനാം ശ്രദ്ധയാ സുന്ദരി ജാത. എന്തെങ്കിലുമൊക്കെ എഴുതാലോ നിങ്ങൾക്കിപ്പോൾ. ഭവതഃ യാത്രാനുഭവസ്യ ചിത്രം രചയതോ വർണ്ണൈഹി ലിംബതോ. നിങ്ങൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു ചിത്രം വരയ്ക്കുക, വർണ്ണം കൊടുക്കുക, വളരെ ഭംഗിയുള്ളതാക്കി തീർക്കുക. യഥോചിതം യോജയതോ. നോബൽ പുരസ്കാര, എന്തിനാണ് നോബൽ പുരസ്കാരം കിട്ടിയത്. ഗീതാഞ്ജലിക്ക്. ദേശീയഗാനം ജനഗണമന, ഭാനുസിംഹ തൂലികാനാമ, നാടകം ചണ്ഡാലിക, എത്ര വിശ്വം ഭവത്യേക നീടം വിശ്വഭാരതി. അതായത് എത്ര വിശ്വം ഭവത്യേക നീടം,
എവിടെയാണോ ഈ വിശ്വം മുഴുവനും ഒരു നീടത്തിൻ്റെ കീഴിലാണെന്നൊരു തോന്നലുണ്ടാകുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഒന്നാണെന്നൊരു തോന്നലുണ്ടാകുന്നത്, അതാണ് എത്ര വിശ്വം ഭവത്യേക നീടം എന്നതിൻ്റെ അർത്ഥം. അത് വിശ്വഭാരതി സർവകലാശാലയുടേതാണ്. ടാഗോറാണ് സ്ഥാപിച്ചത്. ഇനി ഈ മുഖം അറിയാം. ആരാണ്? ആരാണിത്? സന്തോഷ് ജോർജ് കുളങ്ങര അല്ലേ? നോക്കാം. പ്രസിദ്ധ പര്യവേക്ഷക, പ്രസാധക, മാധ്യമകാര, കേരളീയ ച ഭവതി സന്തോഷ് ജോർജ് കുളങ്ങര. ഇദ്ദേഹം നിങ്ങൾക്ക് സുപരിചിതനാണ് അല്ലേ? അനേകാനി രാഷ്ട്രാണി അനേന സന്ദർശിതാനി ഭവന്തി. സഞ്ചാരമിതി ദൃശ്യ യാത്രാവിവരണം ഏഷ ഏവ അവതാരയത്. एकसप्तत्यधिक-9शताधिकसहस्रतमे वर्षे डिसेम्बर् मासस्य 25तमे दिने कोट्टयं जिल्लायाः मरङ्गाट्टुपिळ्ळि ग्रामे अयं जनिमलभत. അതായത് 1972. എന്നിട്ട് വലത്തേ ഭാഗത്തു നിന്ന് വായിക്കുമ്പോൾ 72 അല്ല 71. ഏക സപ്തതി 71 അധിക 900 900 അധിക സഹസ്രം, അതിനോടൊരു 1000 കൂടെ. അപ്പോൾ 1972 ഇദ്ദേഹത്തിൻ്റെ ജനനം. ഡിസംബർ മാസസ്യ 25തമേ ദിനെ ഡിസംബർ 25-ാം തീയതി കോട്ടയം ജില്ലായാഹ മരങ്ങാട്ടുപിള്ളി ഗ്രാമേ, മരങ്ങാട്ടുപിള്ളി എന്ന ഗ്രാമത്തിലാണ് ജനിമലഭത ജന്മം ലഭിച്ചത്. അസ്യ പിതരോ വി ജെ ജോർജ് കുളങ്ങര. വി ജെ ജോർജ് കുളങ്ങര പിതരോ എന്ന് പറഞ്ഞാൽ തസ്യ പിതരോ വി ജെ ജോർജ് കുളങ്ങര, റോസമ്മ ജോർജ് ച ഭവതി. USA ദേശേ സ്ഥിതായാः വെർജിൻ ഗാലക്റ്റ് इति संस्थायाः बहिराकाशयात्रा कार्यक्रमे भागं स्वीकृतः प्रथमः भारतीयः भवति अयं नित्यसञ्चारी. नैकानि यात्राविवरणानि अपि एषः व्यरचयत्. നോക്കാം. ഖണ്ഡികാം പഠിത്വ പ്രശ്നാന ഉത്തരാണി ലിഖത. ഇനി ഈ ഖണ്ഡിക വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. പ്രസിദ്ധ പര്യവേക്ഷക. ഈ പര്യവേക്ഷകൻ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും ദർശിക്കുന്ന ദർശിച്ച് യാത്രാവിവരണങ്ങളൊക്കെ എഴുതുന്ന ആൾ. പര്യവേക്ഷകനും പ്രസാധകനും മാധ്യമകാരനും കേരളീയനുമാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അനേകാനി രാഷ്ട്രാണി അനേന സന്ദർശിതാനി. അനേകം രാഷ്ട്രങ്ങൾ ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അനേകാനി രാഷ്ട്രാണി അനേന സന്ദർശിതാനി ഭവന്തി, സന്ദർശിച്ചിട്ടുണ്ട്. സഞ്ചാരം ഇതി ദൃശ്യയാത്രാ വിവരണം ഏഷ ഏവ അവതരേത്. സഞ്ചാരം എന്ന ദൃശ്യയാത്രാ വിവരണം ഇദ്ദേഹമാണ് അവതരിപ്പിച്ചത്. 1972 1972 വർഷം ഡിസംബർ മാസസ്യ 25തമേ ദിനെ ഡിസംബർ 25-ാം തീയതി കോട്ടയം ജില്ലായാഹ കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപിള്ളി ഗ്രാമേ അയം ജനിമലഭത. മരങ്ങാട്ടുപിള്ളി എന്ന ഗ്രാമത്തിൽ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അസ്യ പിതരോ, അദ്ദേഹത്തിൻ്റെ മാതാച്ച പിതാച്ച പിതരോ എന്നാണ്. മാതാ അമ്മ, പിതാ അച്ഛൻ, മാതാച്ച പിതാച്ച അച്ഛനും അമ്മയും മാതാപിതാക്കൾ. മാതാപിതാക്കൾ വി ജെ ജോർജ് കുളങ്ങര, റോസമ്മ ജോർജ് ച ഭവതി. USA ദേശേ സ്ഥിതായാः വെർജിൻ ഗാലക്റ്റ് ഇതി സംസ്ഥായാः ബഹിരാകാശകാര്യക്രമേ ഭാഗം സ്വീകൃതः പ്രഥമः ഭാരതീയः ഭവതി അയം നിത്യസഞ്ചാരി. ഇദ്ദേഹം നിത്യസഞ്ചാരിയാണ്. അദ്ദേഹം വെർജിൻ ഗാലക്റ്റ് എന്ന സംസ്ഥയുടെ ബഹിരാകാശ യാത്രാ കാര്യക്രമ ആ ഒരു സംഘടനയുടെ ഒരു സംഘടനയിൽപ്പെട്ട ഒരു അംഗമാണ്. ഈ ബഹിരാകാശ വിനോദയാത്ര ഉദ്ദേശിച്ച് രൂപീകരിച്ച ഒരു വ്യവസായ സ്ഥാപനമാണ് വെർജിൻ ഗാലക്റ്റ്.
അപ്പോൾ ഈ വെർജിൻ ഗാലക്റ്റ് എന്ന സംസ്ഥയുടെ ബഹിരാകാശ യാത്രാ കാര്യക്രമത്തിൽ ഭാഗം സ്വീകൃത അംഗമായി തീർന്ന പ്രഥമ ഭാരതീയ ഭവതി അയം നിത്യസഞ്ചാരി. ഇദ്ദേഹം നിത്യസഞ്ചാരിയാണ്. എന്നും സഞ്ചാരം, നിത്യം സഞ്ചാരം. ആ സഞ്ചരിച്ചത് ജനങ്ങൾക്ക് അല്പം പോലും വിട്ടുപോകാതെ അത് അവിടെ പോയിട്ട് കാണുന്ന മാതിരിയുള്ള നമ്മൾ എപ്രകാരം ഒരു കാഴ്ച കണ്ടിട്ട് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അപ്രകാരം ആ യാത്രാവിവരണങ്ങൾ എഴുതാനും ഫോട്ടോ എടുക്കാനും അതിനൊക്കെ വളരെയധികം കഴിവുള്ള ഒരു സമർത്ഥനായ ഒരു നിത്യസഞ്ചാരിയാണ് ആര്? സന്തോഷ് ജോർജ് കുളങ്ങര. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും പേര്. അദ്ദേഹം സഞ്ചാരം എന്ന പേരിൽ, പിന്നെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ നിത്യം സഞ്ചാരമാണ്. ആ സഞ്ചാരം എന്ന പേരിൽ നമ്മളെ സഫാരി TV ചാനലിൽ വളരെയധികം 2000-ലധികം എപ്പിസോഡുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പല വഴി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാം ചെയ്യണം. അനന്തരം സന്തോഷ് ജോർജ് കുളങ്ങര മഹോദയസ്യ ദൃശ്യയാത്രാ വിവരണസ്യ നാമ കിം? അദ്ദേഹത്തിൻ്റെ ദൃശ്യയാത്രാ വിവരണത്തിൻ്റെ പേരെന്താണ്? സഞ്ചാരം എന്ന്. അസ്യ പിതരോ, അസ്യ പിതാ BJ ജോർജ് കുളങ്ങര, മാതാ റോസമ്മ ജോർജ് ച ഭവതി. കസ്മിൻ വർഷേ, നമ്മളിവിടെ നോക്കിയിട്ട് വർഷം എഴുതാം. സന്തോഷ് ജോർജ് കുളങ്ങര കസ്യാഹ സംസ്ഥായാഹ ബഹിരാകാശ കാര്യക്രമേ ഭാഗം അഗ്രഹീത്. ഇവിടെ എഴുതുന്നുണ്ടല്ലോ, വെർജിൻ ഗാലക്റ്റ് എന്ന സംസ്ഥയിൽ അംഗമായിരുന്നു. ഖണ്ഡികായെ ഉചിതം ഏകം ശീർഷകം നിർദ്ദേശിച്ചു. നല്ലൊരു യോജിച്ചൊരു ശീർഷകം എന്ന് പറഞ്ഞാൽ തലക്കെട്ട്, ഹെഡിങ് കൊടുക്കണം. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നല്ലൊരു ഹെഡിങ് അവിടെ കൊടുക്കുക. പദാനാർത്ഥം ലിഖതു. മന്ദപവന, ഇളംകാറ്റ്. ശില, പാറ അല്ലെങ്കിൽ കല്ല്. നാഗഹ, പാമ്പ്. സർപ്പഹ, രവഹ, ശബ്ദം. ബാഠം, ശരി. അമരകോശം, ശില എന്നതിൻ്റെ പര്യായം. പാഷാണ, പ്രസ്തര, ഗ്രാവ, അശ്മാനഹ, ശിലാദൃശത്. പാഷാണം, പ്രസ്തരം, ഗ്രാവ, അശ്മാനഹ, ശിലാദൃശത് പര്യായം. ഇനി ഗംള ധാതുവിൻ്റെ ലങ്ങിൻ്റെ രൂപം നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്. അഭവത്, അഭവതാം, അഭവൻ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ രൂപവും. പ്രഥമ പുരുഷനിൽ അഗച്ഛത, അഗച്ഛതാം, അഗച്ഛൻ. മധ്യമ പുരുഷനിൽ അഗച്ഛഹ, അഗച്ഛതം, അഗച്ഛത. ഉത്തമ പുരുഷനിൽ അഗച്ഛം, അഗച്ഛാവ, അഗച്ഛാമ. ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചാൽ സിദ്ധരൂപത്തിലൊക്കെ നമുക്ക് നല്ല കഴിവ് കിട്ടും. കണ്ടില്ലേ, രവീന്ദ്രനാഥ് ടാഗോറിൽ സിദ്ധരൂപമൊക്കെ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? ആ സിദ്ധരൂപത്തിൻ്റെ ഒരു ഭാഗമാണിത് കേട്ടോ. അപ്പോൾ അഗച്ഛത് പ്രഥമ പുരുഷനാണ്. എന്തും കർത്താവാകാം, ഏതൊഴികെ. ത്വം യുവാം യൂയം. പിന്നെ മധ്യമ പുരുഷനിൽപ്പെട്ട ത്വം യുവാം യൂയം എന്നും ഉത്തമ പുരുഷനിൽപ്പെട്ട അഹമാവാം വയം എന്ന ആ 6 വാക്ക് ഉൾപ്പെടാത്ത എല്ലാ വാക്കും പ്രഥമ പുരുഷനാണ്. ഇപ്പം മധ്യമ പുരുഷനാണെങ്കിൽ ത്വം അഗച്ഛത എന്ന് മാത്രമേ പറയുള്ളൂ. മധ്യമ പുരുഷ ദ്വിവചനത്തിൽ യുവാം അഗച്ഛതാം, ബഹുവചനം യൂയം അഗച്ഛത. ഉത്തമ പുരുഷനിൽ അഹമഗച്ഛം, ദ്വിവചനം ആവാം അഗച്ഛാവ, ബഹുവചനം വയം അഗച്ഛാമ. ഇനി പ്രഥമ പുരുഷനാവുമ്പോഴോ രാമഃ ആഗച്ഛത്, സീത ആഗച്ഛത്, അധ്യാപകः ആഗച്ഛത്, ഛാത്രः ആഗച്ഛത്, ഗജः ആഗച്ഛത്, ജംബുകः ആഗച്ഛത്, ശൃഗാലः ആഗച്ഛത്. എന്തും അവിടെ കർത്താവാക്കാം. അതിൻ്റെ ദ്വിവചനം ബഹുവചനം കൂടി പഠിക്കണം. അടുത്തത് നാമരൂപങ്ങളാണ്. ഈകാരാന്ത സ്ത്രീലിംഗം. നദീ ശബ്ദം പഠിച്ചേ തീരൂ, പഠിക്കണം. ഏകവചനം, ദ്വിവചനം, ബഹുവചനം, പ്രഥമ വിഭക്തി. നദീ പറഞ്ഞോളൂ. നദ്യോ, നദ്യഃ. സംബോധന പ്രഥമ. ഹേ നദി. എന്നിട്ട് അടുത്ത ഭാഗത്ത് ഇകാരം. ഹേ നദി, ഹേ നദ്യോ, ഹേ നദ്യഃ. ദ്വിതീയ നദീം, നദ്യോ, നദീഹി. തൃതീയ നദ്യാ, നദീഭ്യാം, നദീഭിഃ. ചതുർത്ഥി നദ്യേ, നദീഭ്യാം, നദീഭ്യഃ. പഞ്ചമി നദ്യഃ, നദീഭ്യം, നദീഭ്യഃ. ഷഷ്ടി നദ്യഃ, നദ്യോഃ, നദീനാം. സപ്തമി നദ്യാം, നദ്യോഃ, നദീഷു. ശബ്ദകോശം. ഇതേപോലെ ഈകാരാന്തത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വാക്കെടുത്തിട്ട് എന്താണ്
പൃഥീന്നോ സതീന്നോ കുമാരീന്നോ ഒക്കെ എടുത്തിട്ട് പറയാം. ഇനി അടുത്തത് ശബ്ദകോശാണ്. അനുപമ സൗന്ദര്യം, നിരുപമ സൗന്ദര്യം, ഉപമിക്കാനാകാത്ത സൗന്ദര്യം. അന്തേ മധ്യേ മധ്യത്തിൽ. അംബരചുംബിനഃ ആകാശചുംബിനഃ വളരെ ഉയർന്ന. ഉത്ഥായ ഉത്ഥാനം കൃത്വ എഴുന്നേറ്റിട്ട്. തതഃ തദനന്തരം അതിനുശേഷം. മഹാശൃംഗാണി മഹാശിഖരാണി വലിയ ശിഖരങ്ങൾ. ശിലാഹ പാഷാണഹ പാറകൾ. സദൃശഃ തുല്യഃ തുല്യൻ. സർവദാ സദാ എപ്പോഴും. ഹിമ പൂർണ്ണാനി ഹിമഭരിതാനി മഞ്ഞു നിറഞ്ഞത്. ഇനി അധികതമായ അംശങ്ങൾ പഠിച്ച കാര്യങ്ങൾ ചർച്ചാം കൃത്വ ടിപ്പണി ചർച്ച ചെയ്ത് ടിപ്പണി എഴുതുക. പ്രശ്നവാക്യാനി അലിഖത് അവിടെ 7 സപ്തകകാരാഹ എന്നാണ് പറയുക. അതിന് 7 ചോദ്യസൂചകമായ പദങ്ങൾ എന്ത് തന്നെയായാലും ആ പദങ്ങൾ പഠിക്കണം. യാത്രാനുഭവം ആധാരീകൃത്യ ചിത്രം വര ചെയ്ത് നമ്മുടെ യാത്രാനുഭവത്തെക്കുറിച്ച് ചിത്രം എഴുതാൻ പറഞ്ഞു, ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. യഥോചിതം ആയോജിത് അത് ചെയ്തു. ഖണ്ഡികാം പഠിത്വ പ്രശ്നാനാം ഉത്തരം അലിഖത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ ഖണ്ഡിക വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞു. ഇനി അധോതത്വം ചിത്രം നിരീക്ഷ്യ വിനോദയാത്ര അധികൃത്യ ചർച്ചാം കരോതു. സൂചനകൾ സ്ഥാനവൈശിഷ്ട്യം. നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ആ സ്ഥാനത്തിൻ്റെ വൈശിഷ്ട്യം എന്താണെന്ന് നോക്കണം. പ്രകൃതി സവിശേഷതകൾ എന്തെല്ലാം, ജീവനരീതി, യാത്രാ അനുഭവങ്ങൾ, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് യാത്രാനുഭവം യാത്രയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇത് വിനോദയാത്രയായല്ലോ, എല്ലാവരും വിനോദയാത്രയ്ക്ക് പോവുകയാണ്. നമുക്ക് എന്താ വേണ്ടത്? ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം ടീച്ചർ പെട്ടെന്നൊന്ന് വായിച്ച് അർത്ഥം പറയും. അത് എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് ഇരിക്കണം. പഞ്ചമഹാപാഠ ആ ഹിമാചലം വരെ. അടുത്തത് ഏതോക്കൗ ഇവരാരാണ്? ഇവർ രണ്ടുപേരാരാണ്? ഏതയോഹോ ജീവനാഭിലാഷ കഹ ഇവരുടെ ജീവിതാഭിലാഷം എന്തായിരുന്നു? മോഹനഃ വിജയാച്ച ഛായാപണേ കാര്യന്തരം സ്വാഭിലാഷപൂർത്തീകരണായ ആവിശ്വം യാത്രാം കൃത്വ സഫലം ജീവനം യാപയതഃ. മോഹനും വിജയും ഒരു ചായക്കടയിൽ കർമ്മം ചെയ്തിട്ട് പ്രവൃത്തി ചെയ്തിട്ട് സ്വന്തം അഭിലാഷത്തെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ട് സഫലം ജീവനം യാപയതഃ രണ്ടുപേരും നന്നായി ജീവിതം കഴിച്ചു. സഞ്ചാരാഹ ജീവന വീക്ഷണം പരിവർത്തയതി സഞ്ചാരങ്ങൾ ജീവിതത്തിൻ്റെ വീക്ഷണം തന്നെ മാറ്റുന്നു. മഹാത്മനഃ യാത്രാഭിഹി സ്വാനുഭവൈഹി ച ജീവനസ്യ സഫലതാം പ്രാപു. മഹാത്മാക്കൾ യാത്ര കൊണ്ടും സ്വാനുഭവങ്ങളെ കൊണ്ടും ജീവിതത്തിൻ്റെ സഫലതയെ പ്രാപിച്ചു. ഏവം യാത്രയാഹ സ്വവീക്ഷണേ പരിവർത്തനം പ്രാപ്തവാൻ ഏകഃ മഹാനുഭാവഃ ഭാരതേ ആസീത്. ഇങ്ങനെ യാത്രയിലൂടെ സ്വന്തം ജീവിതത്തിൽ പരിവർത്തനം വന്ന ഒരു മഹാനുഭാവൻ ഇവിടെ ഉണ്ടായിരുന്നു ഭാരതത്തിൽ. തസ്യ ഏകം യാത്രാനുഭവം അത്ര പശ്യാമഹ. അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാനുഭവം നമുക്കിവിടെ കാണാം. കശ്ചന ബാലഃ ബാല്യകാലേ പിത്രാ സഹ യാത്രാം കരോതി സ്മ. ഒരു കുട്ടി ബാല്യകാലത്ത് അച്ഛനോടൊപ്പം യാത്ര ചെയ്തു. ഏകദ കൊൽക്കത്തതഃ ഭോൽപുരം തതഃ അമൃതസരം. കൽക്കത്തയിൽ നിന്ന് ഭോൽപുരം, അതിനുശേഷം അമൃതസരം, തതഃ ഹിമാലയം ചാഗച്ഛത്. ഹിമാലയത്തിലും പോയി. ഹിമാലയെ ഹിമപൂർണ്ണാനി മഹാശൃംഗാണി. ഹിമാലയത്തിൽ ഹിമപൂർണ്ണമായ ഹിമം നിറഞ്ഞ മഹാശിഖരങ്ങൾ. ഗജസദൃശാഹ ശിലാഹ പർവ്വതതുല്യമായ ആനയ്ക്ക് തുല്യമായ ശിലകൾ. പർവ്വത സമൂഹങ്ങൾ. അംബരചുംബികളായ മഹാവൃക്ഷങ്ങൾ. ലതാഹ ചെടികൾ, വനപുഷ്പങ്ങൾ, ചിത്രശലഭങ്ങൾ എന്നിവ ദൃശ്യന്തേ സ്മ അവർ കണ്ടു. അഹോ സുഗന്ധപൂരിതഃ മന്ദപവനഃ സ്വപ്നസമാനോയം പ്രദേശഃ. സുഗന്ധപൂരിതമായ ഇളം കാറ്റ്, സ്വപ്ന സമാനമായിരിക്കുന്നു ഈ പ്രദേശം. ആ എസ് അടയാളം പ്രശ്ലേഷം പദച്ഛേദം ചെയ്യുമ്പോൾ അകാരം വരണം. സ്വപ്നസമാനഃ അയം. താനി ദൃശ്യാനി ബാലസ്യ രവീന്ദ്രസ്യ മനഃ ആകർഷതി സ്മ. ആ ദൃശ്യങ്ങൾ ബാലനായ രവീന്ദ്രൻ്റെ മനസ്സിനെ ആകർഷിച്ചു. സഹ പ്രതിദിനം പ്രഭാതേ ഉത്ഥായ. അവൻ നിത്യവും പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് പിത്രാസാകം പ്രഭാത സഞ്ചാരായ അച്ഛനോടൊപ്പം പ്രഭാതത്തിൽ സഞ്ചരിക്കുവാൻ വേണ്ടി ഗച്ഛതി സ്മ പോയി. യദ്യപി അതിശൈത്യമാസേ ശൈത്യം അധികമുണ്ടെങ്കിലും തഥാപി നദീജലെ സ്നാനായ പിതാ തം പ്രേരയതി സ്മ. നദീജലത്തിൽ കുളിക്കുവാൻ വേണ്ടി അച്ഛൻ നിർബന്ധിച്ചു. യാത്രാവേളായാം പിതാ സംസ്കൃതം ആംഗലം ജ്യോതിഷം ച അപാഠേ. യാത്രാവേളയിൽ സംസ്കൃതവും ഇംഗ്ലീഷ്, ജ്യോതിഷം തുടങ്ങിയവ പഠിപ്പിച്ചു. ജ്യോതിശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു.
തതഃ സഹ സിദ്ധരൂപാണി കാവ്യാനി ച അവാചേത്. സിദ്ധരൂപങ്ങളും കാവ്യങ്ങളും വായിച്ചു. കാളിദാസ കാവ്യാന അനുപമ സൗന്ദര്യം. കാളിദാസ കൃതികളുടെ അനുപമായ സൗന്ദര്യം തം ആചകർഷ. അദ്ദേഹത്തിനെ ആകർഷിച്ചു. സത്യകഥനായ പിതാ ബാലകം സർവദാ പ്രേരയതി സ്മ. സത്യം പറയുവാൻ അച്ഛൻ എപ്പോഴും കുട്ടിയെ പ്രേരിപ്പിച്ചു. നിങ്ങളും സത്യം പറയണം. സത്യം വദ ധർമ്മം ചര. ഗൃഹസ്ഥ ജീവനം കഥമിതി സഹ അബോധേ. ഗൃഹസ്ഥൻ്റെ ജീവിതം എങ്ങനെയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സഹ മഹാനുഭാവ ഭവതി വിശ്വപ്രസിദ്ധ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ആണ് വിശ്വപ്രസിദ്ധനായ രവീന്ദ്രനാഥ ടാഗോർ. ഇനി ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങരയെ പറ്റിയിട്ടും കൂടെ വായിക്കട്ടെ. പ്രസിദ്ധ പര്യവേക്ഷക. പ്രസിദ്ധനായ ഒരു സഞ്ചാരി, പ്രസാധകൻ, മധ്യമകാര. കേരളീയ ച ഭവതി സന്തോഷ് ജോർജ് കുളങ്ങര. അനേകാനി രാഷ്ട്രാണി അനേന സന്ദർശിതാനി ഭവന്തി. അദ്ദേഹം അനേകം രാഷ്ട്രങ്ങൾ സഞ്ചരിച്ചു. സഞ്ചാരമിതി ദൃശ്യയാത്രാ വിവരണം ഏഷ ഏവ അവാതാരേ. സഞ്ചാരം എന്ന ഒരു ദൃശ്യയാത്രാ വിവരണം അദ്ദേഹം നിർമ്മിച്ചു. 1971 एकसप्तत्यधिक-नवशताधिकसहस्रतमे वर्षे डिसेम्बर् मासस्य 25-तमे दिने 25-ാം തീയതി കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപിള്ളി ഗ്രാമേ, മരങ്ങാട്ടുപിള്ളി എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. അസ്യ പിതരോ, അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ വി.ജെ. ജോർജ് കുളങ്ങരയും റോസമ്മ ജോർജും ആയിരുന്നു. USA ദേശീയസ്ഥിതായ USA-യിലുണ്ടായിരുന്ന വെർജിൻ ഗാലക്ട് ഇതി സംസ്ഥായാः ബഹിരാകാശയാത്രാ കാര്യക്രമേ. വെർജിൻ എന്ന സംസ്ഥയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ബഹിരാകാശയാത്രാ കാര്യക്രമത്തിൽ ഭാഗം സ്വീകൃതഃ. പ്രഥമഃ ഭാരതീയഃ. അതിൽ അംഗത്വം കിട്ടിയ ആദ്യ ഭാരതീയനായിരുന്നു ഈ നിത്യസഞ്ചാരി. നൈകാനി യാത്രാ വിവരണാനി അപി ഏഷഃ വ്യരചയത്. അനേകം യാത്രാ വിവരണങ്ങൾ അദ്ദേഹം എഴുതി. അപ്പോൾ ബഹിരാകാശ വിനോദയാത്ര ഉദ്ദേശിച്ച് രൂപീകരിച്ച ഒരു വ്യവസായ സ്ഥാപനമാണ് വെർജിൻ ഗാലക്ട്. അതിൽ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അംഗത്വം ലഭിച്ച ആദ്യ ഭാരതീയൻ. സന്തോഷ് ജോർജ് കുളങ്ങര ആണ് നമ്മുടെ സഫാരി TV-യിലുള്ള സഞ്ചാരം എന്ന എപ്പിസോഡിൻ്റെ നിർമ്മാതാവ്, സംവിധായകൻ, ഛായാഗ്രാഹകൻ, എഴുത്തുകാരൻ, എല്ലാ നിലയിലും പ്രശസ്തനായിരുന്നു. പിന്നെ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നല്ലൊരു പാഠം, അതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. നിങ്ങൾ പഠിക്കണം, എല്ലാ കാര്യവും പഠിക്കണം. അതിലുള്ള അക്ഷരം വിടാതെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, നല്ല കുട്ടികളാകണം. എല്ലാവർക്കും വിജയാശംസകൾ. നമസ്തേ.